ഈ പറഞ്ഞല്ലോ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ വെച്ച് കറക്റ്റ് ചെയ്യാം. അപ്പം ഏതൊക്കെ സാഹചര്യത്തിലാണ് ശരിക്കും പേഷ്യൻസ് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് പറ്റാതെ വരുന്നത്? ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് പറ്റാതെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയെ സംബന്ധിച്ച് വരേണ്ട കാര്യമില്ല. പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യാൻ റെഡിയാണേൽ. പക്ഷേ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നാൽ അന്നേരം നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് മാത്രം മൂത്രം പോകാൻ പറ്റില്ല, അതിന് സമയമെടുക്കും. അന്നേരം നമ്മൾ പ്രോസ്റ്റേറ്റിൽ യൂറിത്രയിൽ കൂടി ഒരു ട്യൂബ് ഇട്ട് മൂത്രം ക്ലിയർ ചെയ്യണം, മൂത്ര തടസ്സം മാറ്റി കൊടുക്കണം. ആ സമയത്ത് ഈ ട്രാൻസ്ലേഴ്സിനും ഞാൻ ഈ നേരത്തെ പറഞ്ഞ മരുന്നുകളൊക്കെ ആ സ്റ്റേജിൽ ഉപകരിക്കും. അപ്പം ആ സ്റ്റേജ് അക്യൂട്ട് കണ്ടീഷനിൽ നിന്ന് പേഷ്യന്റിന് പുറത്തു കൊണ്ടുവന്ന് കൂടി വന്ന 1-2 ആഴ്ചയ്ക്കുള്ളിൽ ട്യൂബ് മാറ്റാൻ പറ്റും യൂറിന്. അതിനോടൊപ്പം തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, അതായത് മൂത്ര തടസ്സമായി മൂത്രം പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത് നമ്മൾ ട്യൂബ് ഇടുക എന്നുള്ളതാണ്. അതിൽ തന്നെ പുറത്തേക്ക് കിടക്കുന്ന ട്യൂബ് അല്ലാതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റേണൽ ആയിട്ട് ഇടാവുന്ന ട്യൂബുകളും വരുന്നുണ്ട്. പക്ഷെ അത് അത്ര അത് വേറെ ചില കണ്ടീഷനിലൊക്കെയാണ് അത് കൂടുതൽ എഫക്റ്റ്. നമ്മൾ യൂഷ്വലി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോളിസ് കത്തീറ്റർ എന്ന് പറഞ്ഞൊരു കത്തീറ്റർ ഇടും, യൂറിനറി കത്തീറ്റർ. അതിട്ട് മൂത്ര തടസ്സം മാറ്റി കൊടുക്കുക, പേഷ്യന്റ് ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. അത് പക്ഷെ ഞാൻ ആ ആ സ്റ്റേജൊക്കെ അതായത് അതിപ്പം ഞാനായിട്ട് നമ്മളൊരു ക്ലിനിക്കിലോ നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് തടസ്സത്തിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യുകയില്ല. അപ്പം ചെയ്യുന്നില്ല, നമ്മളല്ലാതെ സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻ്റ്. അപ്പോൾ ഏതെങ്കിലും പേഷ്യൻ്റ് ഇങ്ങനെ ഒരു മൂത്ര തടസ്സം വന്നാൽ അവർ ഇമ്മീഡിയറ്റ്ലി അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ച് തടസ്സം മാറ്റുക എന്നുള്ളതാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.